നമസ്കാരം പ്രിയമുള്ളവരെ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് രാജ്യം മധുരമായി പ്രതികാരം ചെയ്തു എന്ന വാർത്തയാണ് ദേശീയ അഭിമാനപൂർവ്വം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്ത. പുലർച്ചെ 1:44 ഇന്ത്യൻ സൈന്യം ലഷ്കർ-ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് 7 ഭീകരവാദികളെ കൊന്നു എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 30ഓളം മിസൈലുകൾ ഈ 9 തീവ്രവാദി കേന്ദ്ര ആക്രമണങ്ങൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം ഉതിർത്തുവിട്ടു എന്ന വാർത്തയാണ് വളരെ പരമപ്രാധാന്യത്തോടുകൂടി ഇന്ത്യൻ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യം ഒന്നിച്ചു നിൽക്കുന്ന അവസരമാണെന്ന് പറയാം. കാരണം എല്ലാ ഭിന്നതകളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന് രാജ്യം ഒന്നിച്ചു നിൽക്കുന്ന അവസരമാണിതെന്ന് പറയാം. കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വസതി സന്ദർശിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിന് ട്വീറ്റുണ്ടാകുന്നു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി മധുര പ്രതികാരം ചെയ്ത സേനാംഗങ്ങളെ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ പ്രസ്താവനയും ഉണ്ടാകുന്നു. അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടായി ശത്രുവിനെതിരെ നിൽക്കുന്ന സമയമാണ് ഇത് എന്ന് വിലയിരുത്താം. അത്രമേൽ ദേശാഭിമാനപൂരിതമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പഹൽഗാമിലെ നിരവധി സ്ത്രീകളുടെ സിന്ദൂര രേഖ മായ്ച്ചു കളഞ്ഞ സ്ത്രീകളെ വിധവയാക്കിയ ഭീകരവാദി ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമ്പോൾ ഇന്ത്യ ആ ഓപ്പറേഷനെ തിരഞ്ഞെടുത്ത പേര് പോലും പ്രതീകാത്മകമായിരുന്നു. സിന്ദൂര എന്നായിരുന്നു. അതിന് നിയോഗിച്ചതും സ്ത്രീകളെ തന്നെയായിരുന്നു. സോഫിയ ഖുറൈഷി എന്ന വനിതാ കേണലിന്റെ നേതൃത്വത്തിലായിരുന്നു. ഒപ്പം യോമിക സിംഗ് എന്ന വനിതാ കേണലും ഉണ്ടായിരുന്നു ആക്രമണത്തിന് എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സിന്ദൂരം മായ്ച്ചു കളഞ്ഞ തീവ്രവാദികൾക്കെതിരെ ആ സിന്ദൂരത്തിന്റെ വില മഹാത്മ്യം അറിയാവുന്ന സ്ത്രീകൾ തന്നെ പ്രത്യാക്രമണം നടത്തി എന്ന വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ റാഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്ന് യുദ്ധവിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ വ്യോമ അതിർത്തി ലംഘിക്കാതെ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച റോക്കറ്റുകളാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനത്തിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതെന്ന് അന്തർദേശീയ മാധ്യമങ്ങളും ഒപ്പം യുദ്ധ വിദഗ്ധരുമൊക്കെ വിലയിരുത്തുന്ന സമയമാണ്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അവകാശവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 5 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടേത് നശിപ്പിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. 3 റാഫേൽ വിമാനങ്ങൾ, 1 മിഗ് വിമാനം, 1 Su-30 വിമാനം എന്നിവയാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന്. പക്ഷേ അത് പാകിസ്ഥാന്റെ വെറും അവകാശവാദം മാത്രമായിട്ടാണ് നിലനിൽക്കുന്നത്. കാരണം അന്തർദേശീയ മാധ്യമങ്ങളുമൊക്കെ വാഷിംഗ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങളുമൊക്കെ അത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു എന്ന രീതിയിൽ കൊട്ടേഷനായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. അന്തർദേശീയ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും ഒക്കെ അത് പാകിസ്ഥാന്റെ അവകാശവാദം മാത്രമായിട്ടാണ് കാണുന്നത്. എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം ഉണ്ടാകുന്നു. ഈ ആക്രമണത്തിനെതിരെ പാകിസ്ഥാൻ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന്. എന്തായാലും ഇന്ത്യയിലും സൈന്യം കൂടുതൽ സുസജ്ജമായി നിൽക്കുന്നു എന്ന ഒരു വിവരമാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ലഷ്കർ-എ ഭീകരൻ മസൂദ് അസറിന്റെ മർക്കസ് ആക്രമിക്കപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സുബ്ഹാനല്ലാ എന്ന അദ്ദേഹത്തിന്റെ അയാളുടെ മർക്കസ് ആക്രമിച്ചു. അയാളുടെ 10 കുടുംബാംഗങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയും ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധം ഇന്ത്യൻ ഉപദ്വീപിലേക്കും വ്യാപിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം യൂറോപ്പിൽ, ഒപ്പം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ, ഇറാൻ, ഹൂതി, ഇപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൽ പാകിസ്ഥാൻ, ഇന്ത്യ, 2 ആണവായുധ രാജ്യങ്ങൾ. ലോകം വളരെ ആകാംക്ഷാപൂർവമാണ്, വളരെ ഉദ്വേഗപൂർണമായാണ്, വളരെ ആശ്ചര്യപൂർണമായാണ് ഇത്തരം നടപടികൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും യുദ്ധസന്നാഹങ്ങളെ വിലയിരുത്തുന്നത് എന്നാണ് ഏറ്റവും പരമപ്രാധാന്യമായ സംഗതി. എന്തായാലും രാജ്യം മധുരമായി പ്രതികാരം ചെയ്തു എന്ന ആത്മാഭിമാനത്തിലൂന്നിയ ഒരു വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.